ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. 2026 വലിയ നോമ്പിൻ്റെ 40-ാം വെള്ളിക്ക് ശേഷം ലാസറിൻ്റെ ശനി എന്ന് വിളിക്കപ്പെടുന്ന ശനിയാഴ്ച ദിവസത്തിൽ ലാസറിൻ്റെ കല്ലറയിൽ നിന്ന് ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുകയാണ്. ദൈവമക്കളെ, കർത്താവിൻ്റെ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടെയാണ് മരണത്തിൻ്റെ മേൽ കർത്താവിന് അധികാരമുണ്ട്. കർത്താവ് മരണത്തെ ജയിച്ചു എന്നതിൻ്റെ സൂചന കൂടിയാണ് ലാസറിനെ ഉയർപ്പിക്കുന്നതിലൂടെ. മരണത്തിൻ്റെ മേൽ അധികാരം ഉണ്ട് എന്ന് വെളിപ്പെടുത്തി തരികയാണ്. ലൂക്കോസ് 1:37 നാം കാണുന്നു, നമ്മൾ വായിക്കുന്നു, നമ്മൾ പഠിക്കുന്നു, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലൂക്കോസ് 18:37 പറയുകയാണ്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യ ചിന്തകളും മനുഷ്യബുദ്ധികളും പരിമിതമാണ്. നമ്മൾ അസാധ്യമെന്ന് കരുതുന്നിടത്ത് ദൈവത്തിന് സാധ്യതകൾ നിരവധിയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിലും ഒരു വിധി പറയാൻ പോകരുത്. നമ്മുടെ ജോലിക്കാര്യത്തിലോ കുടുംബകാര്യത്തിലോ മക്കളുടെ കാര്യത്തിലോ നമ്മളല്ല വിധി പറയേണ്ടത്, ദൈവമാണ് വിധി പറയുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ അനന്തമായ സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ ദൈവത്തിന് സാധിക്കും. ഒരുപക്ഷെ നമ്മൾ ജീവിതത്തിൻ്റെ ഏറെ അങ്ങേയറ്റം മുങ്ങിത്താണ അവസ്ഥയിലായിരിക്കാം. ജീവിതത്തിൽ ഇങ്ങനെ ഇരട്ടി തപ്പിത്തടയായിരിക്കും, ഒരു സാധ്യതയും കാണാത്തതായി. പക്ഷേ ദൈവത്തിന് നമ്മെ ഉയർത്തിക്കൊണ്ടുവരാൻ, കൈപിടിച്ചുയർത്താൻ സാധിക്കും. ആയതുകൊണ്ട് ലാസറിൻ്റെ ശനി എന്ന് വിളിക്കപ്പെടുന്ന ഈ ദിവസം ലാസറിൻ്റെ ആ കല്ലറയ്ക്കൽ നിന്ന് അവനെ ഉയർത്തിയെങ്കിൽ എനിക്കും നിങ്ങൾക്കും കർത്താവ് ഒരു ഉയർപ്പ് തന്നിട്ടുണ്ട്. നമ്മളുടെ ഉയർച്ചയും വളർച്ചയും പുരോഗമനവും കാണാൻ ദൈവം ഏറെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ വചനം ഈ ദിവസം നമ്മെ എല്ലാവരെയും കൂടുതൽ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർ കുടിലിൽ ജയ് മോനച്ചൻ.